എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3 ടറോട്ട് കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇത് ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇത് കാലാതീതമായിരിക്കും. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് ഒന്നാമത്തെ കാർഡായ 3 ഓഫ് വാണ്ട്സ് എന്ന കാർഡിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് 3 ഓഫ് വാണ്ട്സ് ആണ്. കാർഡ് അത്യന്തം പ്രതീക്ഷയും ദൂരദൃഷ്ടിയും കാത്തിരിക്കുന്ന ഒരാളെ കാണാം. ആ വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ഈ ബന്ധത്തിൽ വലിയ ഭാവിയുള്ളതായി തോന്നുന്നു. എന്നാൽ ഇപ്പോൾ അവർ പൂർണ്ണമായും തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകാനാണ് സാധ്യത. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഒരു പിടച്ചിലുണ്ട്. എന്നാൽ ഓരോ സമയവും വ്യക്തിപരമായ കാര്യങ്ങൾ അവരെ തീരുമാനമെടുക്കാതെ മുന്നോട്ട് ഉള്ള പ്രയാണത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. നന്നായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. നിങ്ങളുടെ സ്നേഹബന്ധം വലിയ കാത്തിരിപ്പിന് ശേഷം നേട്ടമാകാം. കാരണം ആ വ്യക്തിക്ക് ധൈര്യം വരാനുണ്ട്. ആ വ്യക്തി വാക്കുകൾ അല്ല, ആ വ്യക്തിയുടെ ചിന്തകൾ എവിടെയോ തട്ടി മറിഞ്ഞു കിടക്കുകയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളെന്ന് പറയുന്ന ചിന്തയായിട്ട് മുന്നോട്ട് പോകുമ്പോഴും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് വിങ്ങലായി മാറുകയാണ്. ആ വിങ്ങൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. കാത്തിരിക്കുകയാണ്, പ്രതിസന്ധിയുണ്ട്, മനസ്സിൽ ദുഃഖമുണ്ട്, സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. നമുക്ക് രണ്ടാമത്തെ കാർഡ് ദി ലവേഴ്സിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാർഡാണിത്. നിങ്ങൾക്കറിയാം, കാർഡ് തന്നെ പ്രണയമാണ് പറയുന്നത്. ഇത് ആത്മബന്ധം, ആഴത്തിലുള്ള ഇണചേരൽ, ആത്മാർത്ഥത, ഉൾക്കാഴ്ച എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരിക്കൽ കൂടി തീരുമാനത്തിൻ്റെ സാഹചര്യവും ചൂണ്ടിക്കാണുകയാണ്. ഇവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വലിയ സ്നേഹമുണ്ട്, പക്ഷേ ഇമോഷണലായിട്ട് കണക്റ്റ് ചെയ്യുകയാണ്. ഒരിക്കലും നിങ്ങളെ പിരിയാൻ കഴിയില്ല. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതമില്ല എന്ന് തന്നെയുള്ള തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളറിയാൻ, നിങ്ങൾ ഉൾക്കൊള്ളാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളെ കൂടാതെ ഒരു തിരിച്ചുപോക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചില്ല. നിങ്ങൾ ഉണ്ടായേ തീരൂ. നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെടണം. അതുതന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചിലർ നിങ്ങളെയോ ആ വ്യക്തിയെയും തമ്മിൽ ഭിന്നിപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് കാരണം. രണ്ടാമത്തെ കാർഡുകാർ പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെടുന്നു, വലിയ സ്നേഹത്തിൽ ഇഷ്ടപ്പെടുന്നു, വലിയ ആഴത്തിൽ ഇഷ്ടപ്പെടുന്നു, വലിയ ആത്മാർത്ഥതയിൽ ഇഷ്ടപ്പെടുന്നു. അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുമോ, മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം അവിടെയുണ്ട്. ഇരുവരും ആഴത്തിൽ ഇഷ്ടപ്പെടുമ്പോഴും ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളെ പിരിക്കാൻ ആയി നോക്കുന്നു, നിങ്ങളെ ഒരുമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അത് വലിയ കഷ്ടമാണ്. പക്ഷേ അതിനെ നിങ്ങൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിന് സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ദുഃഖം എല്ലാം മാറ്റി ശക്തി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പ്രദാനം ചെയ്തു നൽകും. അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോഴും സ്നേഹിക്കുകയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തായിട്ട് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഈ കാർഡ് സംതൃപ്തിയും കുടുംബ ഭദ്രതയും ഒരുമിച്ച് മുന്നേറുന്ന സന്തോഷകരമായൊരു ജീവിതത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം. ഒരുമിച്ചുള്ള സൗഹാർദ്ദപരമായ, ഒരുമിച്ച് ഒരു കുടുംബം എന്നുള്ള പശ്ചാത്തലത്തിലേക്ക് മാറുന്നു. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഭാവിയിൽ കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം മാത്രമല്ല, വെറുതെ പ്രേമിക്കുകയല്ല, വെറുതെ ഇഷ്ടപ്പെടുകയല്ല, പക്ഷേ സ്നേഹത്തിലധിഷ്ഠിതമായൊരു കുടുംബജീവിതം. നീ ഒരിടത്തേക്കും പോകരുത് എന്നെ വിട്ട്, നീ ഒരിടത്തേക്കും പോകാനേ പാടില്ല. ജീവിതത്തിൽ കൃത്യമായ ഒരു ഒരുമിക്കലുണ്ടാകണം. ഞാൻ നിന്നെ പ്രേമിച്ചത് വെറുതെ ആയിരുന്നില്ല. ആ വ്യക്തി പറയുകയാണ് നിങ്ങളോട് എന്ന വണ്ണം. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്
വെറുതെ ആയിരുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുക തന്നെയായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നീ ഒരുപാടായിട്ടുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ നിമിഷവും നിന്നെക്കുറിച്ചുള്ള ചിന്തകളാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ പ്രാവശ്യവും നിന്നെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. നീ ഇല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കില്ല. മാത്രമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്, അല്ലാതെ കേവലം എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനോ കേവലം എൻ്റേതോ നിൻ്റേതോ ആയ ആവശ്യങ്ങൾ നേടാനുമല്ല. ഒരു കുടുംബജീവിതമാണ്, ഒരു ദിവസത്തെ ബന്ധമല്ല, അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ബന്ധമല്ല ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. സമ്പൂർണ്ണമായ ഒരു കുടുംബജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരിക്കൽ പോലും പിരിയാതെ, ഒരിക്കൽ പോലും അകലാതെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ ആ വ്യക്തിക്ക് എന്ത് ചിന്തിക്കാനാണ്? നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നതിന് ഒരു പരിധിയുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്നേഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.